പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വിശ്വാസികളുടെ മധ്യത്തിൽ കാണുന്ന അസഹിഷ്ണുത, സ്വാർത്ഥത, ശാഠ്യം, കോപം, അസൂയ, ഇങ്ങനെ പലതും അന്യോന്യം സ്നേഹിക്കുവാൻ കഴിയാതെ വിശ്വാസികളെ തമ്മിൽ അകറ്റിക്കളയുന്നു. ക്രിസ്തുവേശുവിലുള്ള ഭാവം നമ്മളിലുണ്ടോ? ഉണ്ടാകുവാൻ നാം ആഗ്രഹിക്കുന്നുണ്ടോ? ശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ഇടപെട്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? കർത്താവെ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ പത്രോസ് മണിക്കൂറുകൾ വളരെ കഴിയും മുമ്പേ ഞാൻ അവനെ അറിയുന്നല്ല എന്ന് 3 പ്രാവശ്യം തള്ളിപ്പറയുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ തള്ളിപ്പറഞ്ഞവനെ പിന്നെ മനുഷ്യർ നോക്കുമോ? എന്നാൽ കർത്താവ് തിരിഞ്ഞു നോക്കി പിന്മാറിപ്പോയവൻ്റെ പിന്നാലെ പോയി പ്രാതലൊരുക്കി, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. എന്തൊരു സൗമ്യത, സഹിഷ്ണുത, താഴ്മ! ഇതിൻ്റെ 1% നമ്മിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര പിണക്കങ്ങൾ, ഭിന്നതകൾ ഒഴിവാക്കാമായിരുന്നു. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന കർത്താവിൻ്റെ ഉപദേശം നമുക്ക് എപ്പോഴും നിലകൊള്ളുവാൻ കഴിയുമായിരുന്നു. സഭാ നടപടികൾ നാം നോക്കുകയാണെങ്കിൽ സ്നേഹത്തേക്കാൾ കൂടുതൽ നിയമവും അതിൻ്റെ പാലിക്കപ്പെടുവാനുള്ള നിഷ്ഠയുടെ ശ്രമമാണ് നാം എവിടെയും കാണുന്നത്. തന്മൂലം ഭക്തിയല്ല, കപടഭക്തിയാണ് വർദ്ധിക്കുന്നത്. വിശുദ്ധരല്ല, പരീശന്മാരുടെ എണ്ണമാണ് കൂടുന്നത്. കൂട്ടുദാസന്മാരെ അടിപ്പാനും കുടിയന്മാരോടുകൂടെ തിന്നു കുടിപ്പാനും തുടങ്ങുന്ന ദാസന്മാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി നാം കാണുന്നു. വിശ്വാസികളെ, അതുകൊണ്ട് നമുക്കെന്തു വേണം? നമുക്ക് വേണ്ടത് ക്രിസ്തുവേശുവിലുള്ള ഭാവം. അത് നമ്മെ ക്രൂശിലേക്ക് നടത്തും, അത് നമ്മെ മഹത്വത്തിലേക്ക് നടക്കും. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.